ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വാട്ടർഫോളിലോട്ട് പോകണം. അപ്പം വീടിൻ്റെ മുന്നിൽ നിന്ന് തന്നെ ആട്ടോ ഒരു വീഡിയോ എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ വാട്ടർഫോൾ കാണാം, വീടിൻ്റെ തൊട്ടടുത്താണ്, 5 മിനിറ്റുള്ളൂ ഇവിടെ നടക്കാനായിട്ട്. ഇടയ്ക്കിടയ്ക്കൊക്കെ പോവും. അപ്പം നമുക്ക് വാട്ടർഫോളിലോട്ട് പോകാം. ഓക്കെ, ഇതാണ് വീടിൻ്റെ അവിടുത്തെ ലൊക്കെന്ന് പറയുന്നത്. അപ്പം ഇതാണ് വീട്ടിൽ നിന്ന് വരുന്ന മഴ കേട്ടോ. അപ്പം ഇതാണ് സംഭവം. അപ്പം ഇതിലൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ തന്നെയാണ് വാട്ടർഫോള്. നല്ല രസമാണ്. ഫുള്ള് ഒരു കാടാണ് നമ്മുടെ ഇവിടം, ഫ്രണ്ട് സൈഡ്. പക്ഷേ അതിനകത്തോടെ ഇറങ്ങുമ്പോൾ കുട്ടി കുട്ടി വാട്ടർഫോൾ. അപ്പം നല്ല ക്ലൈമറ്റാണ്. അപ്പോൾ നമുക്കൊന്ന് വാട്ടർഫോൾ കണ്ടിട്ട് വരാം. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് മൊത്തം നല്ല കാടുകളാണ്, നല്ലൊരു കാടുകളാണ്. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ ഇവിടെ ഇങ്ങനെ ബാർബിക്യൂ ഒക്കെ ചെയ്യാൻ വേണ്ടിയൊക്കെ വരുന്നൊരു റോഡൊക്കെയാണ്. നല്ല രസമാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും. നല്ല ഭംഗിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിനകത്തോടെ നല്ല കൂളാണ്. പിന്നെ ഈ ഒരു രസമാണ് ഈ ഒരു ടൈമിൽ. ഈ ടൈമിലൊക്കെ ഉള്ളൂ ഇങ്ങനെയൊക്കെ വന്ന് നമ്മൾ ചില്ലടിച്ചിരിക്കാം. മോസ്റ്റ്ലി ഒത്തിരി പേര് അവിടെയൊക്കെ വന്ന് ഇങ്ങനെ ബാർബിക്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സമയത്തൊക്കെ ഇങ്ങനെ വന്ന് കുറച്ച് സമയം അവിടെ വന്ന് കുറച്ച് സമയം ചില്ലടിച്ചിരിക്കും. അപ്പോൾ എൻ്റെ ഇഷ്ടപ്പെട്ട വാട്ടർഫോളിലോട്ട് പോകാം. കുഞ്ഞുമണികൾ ഇതേ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ കുഞ്ഞുമണികൾക്ക് വലിയ ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ പോക്കും കാര്യങ്ങളൊക്കെ. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഇങ്ങനെ നാട്ടിലാണോ എന്നൊക്കെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സമയത്ത് സ്കോട്ട്ലൻഡ് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട് പോലെ എത്രയും ബ്യൂട്ടിഫുള്ളാണ് സമ്മർ ടൈമിൽ. അപ്പോൾ ഇങ്ങനെയൊക്കെ പോകുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ ബ്യൂട്ടിഫുള്ളായിട്ട് ഇരിക്കുന്നത്. ഒരുപാട് പേര് എങ്ങനെയാണ് ബ്യൂട്ടിഫുള്ളായിട്ടിരിക്കുന്നത്, ഫിൽറ്റർ കൂടാണ്ട് ഇപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള യാത്രകളൊക്കെ ചെയ്യുന്നതുകൊണ്ടും അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് ഫ്രണ്ട്ലി ആയിട്ട് പോകണു. ഈ നേച്ചർ ഫ്രണ്ട്ലി അങ്ങനെയൊക്കെ പോകുന്നതുകൊണ്ടാണ് നമ്മൾ ഇത്ര സുന്ദരിയായിട്ടിരിക്കുന്നത്. ചില സമയങ്ങളിലൊക്കെ ഇവിടെ എന്ന് പറഞ്ഞാൽ അവർ കുറേ പേരൊക്കെ അവിടെ എന്താ പറയുക ഡ്രിങ്ക്സൊക്കെ അടിച്ചിരിക്കുന്നത് കാണാം. ചില ദിവസം അവിടെ കുറേ പേര് മീനെ പിടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ മീനെ പിടിക്കണമെങ്കിൽ നമുക്ക് ചെറിയൊരു ലൈസൻസ് വഴി 10 പൗണ്ട് മതി ഒരു വർഷത്തേക്ക് മീനെ പിടിക്കണമെന്നുണ്ട്. അപ്പോൾ ലൈസൻസ് ഉണ്ട്. പക്ഷേ ഇങ്ങനെ ഇടയ്ക്ക് ഒത്തിരി പേര് മിക്കതും തന്നെ അവിടെ ആരെങ്കിലുമൊക്കെ കാണും. കാരണം ഈ ഒരു സമ്മർ ടൈം, വിൻ്റർ ടൈമിൽ അധികം പേര് ഇങ്ങോട്ട് വരാറില്ല. പക്ഷേ സമ്മർ ടൈമിൽ ആരെങ്കിലുമൊക്കെ അവിടെ മീനും കാര്യങ്ങളൊക്കെ പിടിച്ചുകൊണ്ടൊക്കെ ഇരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വന്നിരിക്കുമ്പോൾ. ഒരു എന്താ പറയുക, ഒരു പ്രത്യേക ഒരു ഭംഗി, ഒരു രസം. ഇതാണ് സംഭവം എന്ന് പറയുന്നത്. ഓക്കെ, കാണാം. ഇതുകൊണ്ട് ഈ ചെടിയിലെ പുഷ്പങ്ങളൊക്കെ ഇങ്ങനെ പാറി പറന്നുകൊണ്ടിരിപ്പുണ്ട്. കാറ്റായതുകൊണ്ട് ചെറിയ കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പുഷ്പങ്ങൾ പറന്നുകൊണ്ട് ഇന്ന് പിന്നെ കുരുത്തം കൊണ്ട് ആരും ഇല്ല ഇവിടെ. പൊതുവെ ഇവിടെ വരുമ്പോൾ ആരെങ്കിലൊക്കെ ഉണ്ടാവും. അപ്പം ഞാനധികം സംസാരിക്കുന്നില്ല, നിങ്ങൾക്ക് വാട്ടർഫോളിൻ്റെ സൗണ്ടൊക്കെ കേൾക്കട്ടെ, നല്ല രസമായിട്ട്. ഇന്നിപ്പോൾ അങ്ങനെ അധികം ആൾക്കാരൊന്നും ഇല്ല. അപ്പം ഇന്നിപ്പോൾ കുറച്ച് ഒഴുക്കൊക്കെ ഉണ്ട് കേട്ടോ. ചില ദിവസമൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ അധികം ഒഴുക്കോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കുഞ്ഞിപ്പണ്ണേ ഇടയ്ക്ക് കുഞ്ഞിപ്പണ്ണൊന്ന് വീണു. അയ്യടാ കുഞ്ഞാ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നിപ്പോൾ പ്രത്യേകിച്ച് ഞങ്ങൾ ഫുഡൊന്നും കൊണ്ടുവന്നിട്ടൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ പോകുന്നു. അപ്പോൾ ഹാവ് എ നൈസ് ഡേ. ടേക്ക് കെയർ. ബൈ.